MDMA, കഞ്ചാവ് തുടങ്ങിയ ലഹരി ഉപയോഗത്തിലൂടെ ഭീകരവാദത്തെയാണ് നാം വളർത്തുന്നതെന്ന് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. നാർക്കോ ടെററിസം, നാർക്കോട്ടിക്സ് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു കഞ്ചാവ് പൊതിയോ അല്ലെങ്കിൽ MDMA നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ടെററിസത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അതിന്റെ പൈസ പോകുന്നത് ടെററിസത്തിലേക്കാണ്. അതാണ് നാർക്കോ ടെററിസം. അതിന് വേറെയും മീനിങ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ ലെവലിൽ ഇത്രയുമെങ്കിലും മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളും ടെററിസ്റ്റായി മാറുകയാണ്. ആ കഞ്ചാവ് പൊതി അല്ലെങ്കിൽ ആ നാർക്കോട്ടിക് സിന്തറ്റിക് ഡ്രഗ് നിങ്ങളുടെ കയ്യിൽ വെക്കുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കണം, നിങ്ങൾക്ക് ടെററിസ്റ്റ് ആവണോ വേണ്ടയോ എന്ന്, രാജ്യദ്രോഹി ആവണോ വേണ്ടയോ ഡ്രഗ് വാങ്ങിച്ച് എന്ന്. അത് നിങ്ങളിലേക്ക് ഞാൻ വിടുന്നു. നാർക്കോട്ടിക് ടെററിസം എന്താ, നാർക്കോ ടെററിസം എന്താണെന്ന് പോയി വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡ്രഗ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഈ സമൂഹത്തിൽ അനുവദിക്കില്ല എന്ന്. ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന വിശേഷണമുള്ള ധീരജവാന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. കഞ്ചാവ് ഉപയോഗത്തിലൂടെ നിങ്ങളും ഭീകരനായി മാറുകയാണ്. രാജ്യദ്രോഹിയാകണോ വേണ്ടയോ എന്ന് സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം കുട്ടികൾ അടങ്ങിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടൻ ജനതയ്ക്ക് അതിജീവനത്തിന്റെ വീറുറ്റ മാതൃകയായി മാറിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ: യൂണിഫോം ഇട്ടവർക്കെല്ലാം ഒരു കഴിവുണ്ട്. ഈ ഭാരതത്തിനെ നോക്കി ആരെങ്കിലും കല്ലെറിഞ്ഞാൽ വേരോടെ പിഴുതെടുക്കും ഞങ്ങൾ. ഈ കഴിവ് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു മുഖം മാത്രമാണ് ഞാൻ. എന്നെക്കാളും കഴിവുള്ളവരാണ് ഓരോ ജവാന്മാരും. ഒരു പരിപാടിക്ക് പൊളിറ്റീഷ്യൻസിനെയോ സിനിമാ സ്റ്റാർസിനെയോ വിളിക്കുന്നതിന് പകരം ആർമി ഓഫീസർമാരെ വിളിക്കണം എന്ന തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജ് അടുത്തിടെ കണ്ടു. സോറി, ലെറ്റ് മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ഞങ്ങളുടെ പ്രയോറിറ്റി വ്യക്തികളോ സ്ഥാപനങ്ങളോ അല്ല. ഞങ്ങളുടെ പ്രയോറിറ്റി ഭാരതമാണ്. അത് മാത്രമേ ഉള്ളൂ. MDMAയോ കഞ്ചാവ് പൊതിയോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഭീകരതയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ പൈസ പോകുന്നത് ഭീകരവാദത്തിലേക്കാണ്. അതാണ് നാർക്കോ ടെററിസം. നിങ്ങൾ രാജ്യദ്രോഹിയാകണോ വേണ്ടയോ എന്ന് സ്വയം ചിന്തിക്കണം. BSF, CRPF, എയർഫോഴ്സ്, നേവി, ആർമി എന്നിവരെല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാമെന്നും കേണൽ ഋഷി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. മാസ്കിട്ട മുഖവുമായി ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടൻ ജനതയ്ക്ക് കൈത്താങ്ങുമായി നിന്ന കേണൽ ഋഷി രാജലക്ഷ്മിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഭീകരവാദികളുടെ ആക്രമണത്തിൽ മുഖം നഷ്ടമായെങ്കിലും പതറാത്ത മനസ്സുമായി അന്നും ഇന്നും പോരാട്ടം തുടരുകയാണ് ആ ധീര സൈനികൻ. വയനാട്ടിലെ ദുരന്ത മേഖലയിലെത്തിയ മാസ്കിട്ട സൈനികന്റെ ജീവിതം തന്നെയാണ് അതിജീവനത്തിന്റെ മുഖമുദ്രയും. ആലപ്പുഴയിൽ KSEB എഞ്ചിനീയറായിരുന്ന ഋഷിയെ രാജ്യത്തെ ഏറ്റവും ധീര സൈനികനാക്കിയത് ഇന്ത്യൻ ആർമി കുപ്പായത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. ഭീകരവാദികളുടെ പേടി സ്വപ്നമായിരുന്നു രാഷ്ട്രീയ റൈഫിൾസിലെ മേജറായിരിക്കെയാണ് ജീവിതം മാറ്റിമറിച്ച് ഏറ്റുമുട്ടലുണ്ടാകുന്നത്. 2017 ത്രാലിലെ ഭീകരാക്രമണത്തിൽ തീവ്രവാദികളെ നേരിടുന്നതിനിടെയാണ് ഋഷിക്ക് പരിക്കേൽക്കുന്നത്. 2017 മാർച്ച് 4 കശ്മീരിലെ ത്രാലിലാണ് 12 മണിക്കൂറിലധികം നീണ്ട ആ ഏറ്റുമുട്ടൽ നടന്നത്. സുരക്ഷാ സേന ഏറെ നാളായി നോട്ടമിട്ടിരുന്ന ആഖ്യൂബ് മൊൽവിയടക്കം ഭീകരർ ഒളിച്ചിരിക്കുന്ന വീട് ഋഷിയുടെ നേതൃത്വത്തിൽ സൈന്യം വളഞ്ഞു. കീഴടങ്ങാനുള്ള നിർദ്ദേശം ഭീകരർ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ സൈന്യവും ഭീകരരും ഏറ്റുമുട്ടൽ തുടങ്ങി. 3 മണിക്കൂർ ഏറ്റുമുട്ടൽ നടന്നു. തീയിട്ട് ഭീകരരെ പുറത്തിറക്കാൻ സൈന്യം ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ 10 കിലോ സ്ഫോടക വസ്തുവുമായി ഋഷി വീടിനുള്ളിലേക്ക്. പെട്ടെന്ന് മുകൾ നിലയിലുണ്ടായിരുന്ന ഭീകരർ ഗോവണിപ്പടിക്ക് മുകളിൽ നിന്ന് വെടിയുയർത്തു. ഹെൽമറ്റിൽ ഉരസി ഋഷിയുടെ മൂക്ക് തകർന്നു. ആദ്യ വെടിയുണ്ട കടന്നുപോയി. രണ്ടാം വെടിയുണ്ട താടിയിൽ തകർത്തു. ഒരു വെടിയുണ്ട കൂടി. മുഖം ചിതറിത്തെറിച്ചു. രക്തം ചീറ്റി. എന്നിട്ടും സഹപ്രവർത്തകരെ അപകടത്തിലാക്കാതെ ഋഷി പതിയെ പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. ആക്രമണത്തിൽ മേജർ ഋഷിയുടെ മുഖം തകർന്നിരുന്നു. ഒരു വട്ടം പോലും കാണാൻ കഴിയാത്തത്ര ഭീകരമെന്നാണ് ഋഷിയുടെ പരിക്കേറ്റ മുഖം കണ്ട ഡോക്ടർമാർ പോലും അന്ന് അറിയിച്ചത്. തന്റെ പരിക്ക് കണ്ട് ഞെട്ടിനിന്ന ഡോക്ടർമാരെ എല്ലാം ശരിയാകുമെന്ന് തംസപ്പ് കാണിച്ച് അമ്പരപ്പിച്ചിരുന്നു ആ അവസ്ഥയിലും ഋഷി. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 23ഓളം ശസ്ത്രക്രിയകളാണ് ഋഷിയുടെ മുഖത്ത് നടത്തിയത്. ഒടുവിൽ രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം എന്നേക്കും മറച്ച് ആ സൈനികൻ വീണ്ടും യൂണിഫോം അണിഞ്ഞു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മുതുകുളം വടക്ക് മണി ഭവനത്തിൽ ഋഷി KSEBയിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. പക്ഷേ സൈനികനാവണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഒടുവിൽ ആ യൂണിഫോമിലേക്ക് എത്തിച്ചു. തന്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുക മാത്രമല്ല, അവർക്കൊരാപത്ത് വരുമ്പോൾ കൈത്താങ്ങാവുകയും തന്റെ ചുമതലയാണ് എന്ന് പറഞ്ഞാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി അന്ന് വയനാട്ടിൽ നിന്നും മടങ്ങിയത്.